സ്വാഗതം. ഇന്ന് നമ്മളൊരു വിഷയത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്നിറങ്ങി ചെല്ലുകയാണ്. ഉം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതായത് നമ്മുടെ പഞ്ചായത്തുകൾ പോലെയുള്ളവ, അവരുടെ അധികാരങ്ങളും പിന്നെ സംസ്ഥാന സർക്കാരിന്റെ ഒരു മേൽനോട്ട അധികാരവും തമ്മിലുള്ള ഒരു തർക്കം. ശരിയാണ്. ഒരു ഗ്രാമപഞ്ചായത്തില് ഒരു പ്ലൈവുഡ് ഫാക്ടറി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അത് കേരള ഹൈക്കോടതിയുടെ മുന്നിൽ വരെ എത്തിയ ഒരു കേസാണിത്. അതെ. ഇത് വെറുമൊരു നാട്ടിലെ പ്രശ്നമെന്നതിനപ്പുറം പഞ്ചായത്തുകളുടെ പവർ, പ്രത്യേകിച്ച് ഈ ഫാക്ടറി ലൈസൻസ് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ, ഉം. പിന്നെ സർക്കാർ എപ്പോ ഇടപെടാം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ചില നിയമപരമായ കാര്യങ്ങൾ ഇതിലൂടെ വ്യക്തമായിട്ടുണ്ട്. തീർച്ചയായും. ജസ്റ്റിസ് എൻ നാഗരേഷ് 2025 സെപ്റ്റംബറിൽ കൊടുത്തൊരു വിധിയാണ് നമ്മളിന്ന്. അതെ, അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോ എന്താണ് ശരിക്കും ഈ കേസിന് പിന്നിലെ കഥ? നമുക്ക് അവിടെ തുടങ്ങാം. ഓക്കെ. ഏകദേശം 2024 ഒരു വ്യക്തി ഒരു ഗ്രാമപഞ്ചായത്തില് ഒരു പ്ലൈവുഡ് ഫാക്ടറി തുടങ്ങാൻ തീരുമാനിക്കുന്നു. ഉം. പുള്ളിക്ക് കുറച്ച് അത്യാവശ്യമുള്ള ചില അനുമതികളൊക്കെ കിട്ടിയിട്ടാണ് പണി തുടങ്ങിയത്. പഞ്ചായത്തിന്റെ ബിൽഡിംഗ് പെർമിറ്റ്, കെട്ടിടം പണിയാനുള്ള അനുമതി. അതെ, പിന്നെ കേന്ദ്ര സർക്കാരിന്റെ ഈ ചെറുകിട വ്യവസായങ്ങൾക്കുള്ള ഉദ്യം രജിസ്ട്രേഷൻ, ഉം. അതുപോലെ നമ്മുടെ മലിനീകരണ നിയന്ത്രണ ബോർഡിലെ അവരുടെ സ്ഥാപിക്കാനുള്ള സമ്മതം, അതായത് കൺസെന്റ് ടു എസ്റ്റാബ്ലിഷ്. കൺസെന്റ് ടു എസ്റ്റാബ്ലിഷ് അതും കിട്ടിയിരുന്നു. അപ്പൊ ഇതെല്ലാം ഉണ്ടായിരുന്നു. ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോ എല്ലാം ഓക്കെ ആണെന്ന് തോന്നും, അല്ലേ? തോന്നും. പക്ഷേ അവിടെയാണ് ശരിക്കും പ്രശ്നം തുടങ്ങുന്നത്. ഈ ഫാക്ടറി വരുന്നതിനെതിരെ നാട്ടുകാര് ഉം. എതിർപ്പുമായി വന്നു. അതെ, അവര് രംഗത്തെത്തി. അവരുടെ പ്രധാനപ്പെട്ട ഒരു ആശങ്ക അത് പരിസ്ഥിതിയെക്കുറിച്ചായിരുന്നു. പ്രധാനമായും അതെ. കാരണം ഈ ഫാക്ടറി പണിയുന്ന സ്ഥലത്തിന് തൊട്ടടുത്തായിട്ട് കൃഷിക്കും കുടിവെള്ളത്തിനുമൊക്കെ അവിടത്തുകാർ ആശ്രയിക്കുന്ന ഒരു ഫാം കുളം, ഒരു വലിയ കുളം ഉണ്ടായിരുന്നു. അപ്പൊ ഫാക്ടറി വന്നാല് ഈ കുളം മലിനമാവോ, അത് അവരുടെ ജീവിതത്തെ ബാധിക്കുമോ എന്നതായിരുന്നു പ്രധാന പേടി. വിളനാശമൊക്കെ ഉണ്ടാവോ എന്നൊക്കെയുള്ള പേടി. അതെ. അതുപോലെ വേറൊരു ആരോപണം കൂടി വന്നു, ഈ ഫാക്ടറി ഉടമ ചില വിവരങ്ങൾ മറച്ചുവെച്ചു എന്ന്. അതെന്തായിരുന്നു? ഉദാഹരണത്തിന്, ഈ ഫാക്ടറി പണിയുന്ന സ്ഥലത്തൂടെ ഒരു ചെറിയ തോട്, ഒരു നീർച്ചാൽ ഒഴുകുന്നുണ്ട്. അത് കൊടുത്ത സൈറ്റ് പ്ലാനിൽ കാണിച്ചിട്ടില്ല. ഓഹോ. പിന്നെ ഫാക്ടറിക്ക് വളരെ അടുത്ത് ഒരു 3 മീറ്റർ മാത്രം ദൂരത്തില് ഒരു സർക്കാർ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു കിണറും പമ്പ് ഹൗസും ഉണ്ട്. അത് മറച്ചുവെച്ചു എന്നാണോ? അതും പ്ലാനിൽ വ്യക്തമായിരുന്നില്ല എന്നായിരുന്നു നാട്ടുകാരുടെ വാദം. ശരിയാണ്. ഈ എതിർപ്പുകള് വെറും പറച്ചിലിൽ നിന്നില്ല. അവര് നിയമപരമായിട്ട് നീങ്ങി. നാട്ടുകാർ ആദ്യം കോടതി പോയിട്ട് ഈ നിർമ്മാണത്തിനൊരു താൽക്കാലിക സ്റ്റേ വാങ്ങി. ഓക്കെ. അപ്പോൾ കോടതി എന്ത് ചെയ്തു? ഒരു അഡ്വക്കേറ്റ് കമ്മീഷണർ വെച്ചു. അതായത് കാര്യങ്ങൾ നേരിട്ട് പോയി നോക്കി റിപ്പോർട്ട് തരാൻ കോടതി ചുമതലപ്പെടുത്തുന്ന ഒരാള്. ശരി. അപ്പോൾ ഈ കമ്മീഷണർ സ്ഥലം നോക്കിയിട്ട് കൊടുത്ത റിപ്പോർട്ടിലും ഈ പറഞ്ഞ പോലെ ചില വിവരങ്ങളും മറച്ചു വെച്ചിട്ടുണ്ട് എന്നൊരു സൂചന വന്നു. ഇതോടെ പഞ്ചായത്ത് എന്ത് ചെയ്തു? ആദ്യം പണി നിർത്തിവെക്കാൻ ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. സ്റ്റോപ്പ് മെമ്മോ. പക്ഷെ പിന്നീട് കാര്യങ്ങൾ ഒന്നുകൂടി കോംപ്ലിക്കേറ്റഡ് ആയി. പഞ്ചായത്ത് സെക്രട്ടറി തന്നെ ആ സ്റ്റോപ്പ് മെമ്മോ പിൻവലിച്ചു. അതെങ്ങനെ? അതിന്റെ കാരണങ്ങൾ വ്യക്തമല്ല. പക്ഷെ എന്തായാലും സ്റ്റോപ്പ് മെമ്മോ പിൻവലിച്ചു. ഈ സമയത്തൊക്കെ നാട്ടുകാർ പരാതികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. അതെ, ആകെ ഒരു ആശയക്കുഴപ്പം നിറഞ്ഞ അവസ്ഥ. അതെ. അതിനൊടുവിലാണ് പഞ്ചായത്ത് കമ്മിറ്റി ഒരു പ്രധാനപ്പെട്ട തീരുമാനമെടുത്തത്. ഈ നാട്ടുകാരുടെ പരാതികളും ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും അതൊക്കെ കണക്കിലെടുത്തിട്ട് അവർ നേരത്തെ ഫാക്ടറി ഉടമക്ക് കൊടുത്ത ആ ബിൽഡിംഗ് പെർമിറ്റ് ഇല്ലേ, കെട്ടിടം പണിയാനുള്ള അനുമതി, അത് റദ്ദാക്കാൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചു. ഓക്കെ. അതൊരു വലിയ സ്റ്റെപ്പായിരുന്നു. അതെ, അത് കേസിലൊരു വലിയ വഴിത്തിരിവായി. നാട്ടുകാർക്കൊരാശ്വാസം, ഫാക്ടറി ഉടമയ്ക്കൊരു തിരിച്ചടിയും. പക്ഷേ കഥ അവിടെയും തീർന്നില്ല. അപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സംസ്ഥാന സർക്കാരിന്റെ എൻട്രി വരുന്നത്. പഞ്ചായത്ത് കമ്മിറ്റി ഈ പെർമിറ്റ് റദ്ദാക്കിയല്ലോ. അതിന് തൊട്ടു പിന്നാലെ സംസ്ഥാന സർക്കാർ ഇടപെട്ടു. കേരള പഞ്ചായത്ത് രാജ് നിയമത്തിലെ സെക്ഷൻ 191, അതിലൊരു പ്രത്യേക ഉപവകുപ്പുണ്ട്. അതുപയോഗിച്ച് പഞ്ചായത്തിന്റെ തീരുമാനം, അതായത് പെർമിറ്റ് റദ്ദാക്കിയ തീരുമാനം, സർക്കാർ സ്റ്റേ ചെയ്തു, താൽക്കാലികമായി മരവിപ്പിച്ചു. അപ്പോ പഞ്ചായത്ത് തീരുമാനം നടപ്പിലായില്ല? ഇല്ല. വീണ്ടും കാര്യങ്ങൾ മാറിമറിഞ്ഞു. ഈ സെക്ഷൻ 191 എന്താണെന്ന് നമ്മളൊന്ന് ബ്രീഫായിട്ട് പറയണം. അതെ, എന്താണിത്? ഇത് പഞ്ചായത്തുകളുടെ തീരുമാനങ്ങളിൽ ഗവൺമെന്റിന്, അതായത് സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ അധികാരം കൊടുക്കുന്നൊരു പ്രധാനപ്പെട്ട വകുപ്പാണ്. ഓക്കെ. ഒരു പഞ്ചായത്തിന്റെ തീരുമാനം ചിലപ്പോൾ അത് നിയമത്തിന് വിരുദ്ധമായിരിക്കാം,
അല്ലെങ്കിൽ അവരുടെ അധികാരപരിധിക്ക് പുറത്തുള്ള കാര്യമായിരിക്കാം. ഉം, അല്ലെങ്കിൽ ആ തീരുമാനം പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കോ ആരോഗ്യത്തിനോ അല്ലെങ്കിൽ നാട്ടിലെ ഒരു സമാധാന അന്തരീക്ഷത്തിനോ അതിന് ദോഷകരമാണെന്ന് സർക്കാരിന് തോന്നിയാൽ. അല്ലെങ്കിൽ സർക്കാർ കൊടുത്ത നിർദ്ദേശങ്ങൾക്ക് എതിരാണെങ്കിൽ. അതെ, അങ്ങനെയൊക്കെ വന്നാൽ സർക്കാരിന് ആ തീരുമാനം റദ്ദാക്കാം, അല്ലെങ്കിൽ അതിൽ മാറ്റം വരുത്താം. ശരി. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വകുപ്പിലെ 4ാമത്തെ ഉപവകുപ്പ് 191-ലെ 4. അതനുസരിച്ച് ഒരു ഫൈനൽ തീരുമാനമെടുക്കുന്നതിന് മുൻപ് തന്നെ ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് സർക്കാരിനൊരു പ്രഥമദൃഷ്ടിയാ തോന്നിയാൽ ആ പഞ്ചായത്തിന്റെ തീരുമാനം തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്യാൻ, മരവിപ്പിക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. പക്ഷെ ഇവിടെ ഒരു സ്വാഭാവിക ചോദ്യം വരും, അല്ലേ? എന്താണ്? പഞ്ചായത്തിനെ കേൾക്കാതെ, അവരുടെ ഭാഗം എന്താണെന്നറിയാതെ അവരുടെ ഒരു തീരുമാനം സംസ്ഥാന സർക്കാരിന് ഇങ്ങനെ ഒറ്റയടിക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുമോ? ഇത് നാച്ചുറൽ ജസ്റ്റിസിന്റെ ലംഘനമല്ലേ? ഈ വാദമാണ് നാട്ടുകാരെ കോടതിയിൽ പ്രധാനമായും ഉന്നയിച്ചത്. അതെ. ആ നാട്ടിലെ കാര്യങ്ങൾ അറിയുന്ന പഞ്ചായത്തിനെ കേൾക്കാതെ ഗവൺമെന്റ് ഏകപക്ഷീയമായി ഒരു സ്റ്റേ കൊടുക്കുന്നത് ശരിയല്ല. ആ വകുപ്പ് തന്നെ സെക്ഷൻ 191(4) ഭരണഘടനാ വിരുദ്ധമാണ് എന്നൊക്കെ അവർ വാദിച്ചു. വളരെ വളരെ പ്രസക്തമായൊരു ചോദ്യം തന്നെയാണത്. പക്ഷേ കോടതി ആ വാദം അംഗീകരിച്ചില്ല. എന്തുകൊണ്ട്? കോടതി പറഞ്ഞത് ഈ സെക്ഷൻ 191(4) പ്രകാരമുള്ള സ്റ്റേ അല്ലെങ്കിൽ സസ്പെൻഷൻ അതൊരു താൽക്കാലിക നടപടി മാത്രമാണെന്നാണ്. ഓക്കെ, പെർമനന്റ് അല്ല. അല്ല, പഞ്ചായത്തിന്റെ തീരുമാനം ഒന്നുകൂടി പരിശോധിക്കണം എന്ന് സർക്കാരിന് പ്രാഥമികമായി തോന്നുമ്പോൾ എടുക്കുന്നൊരു മുൻകരുതൽ നടപടി അത്രയുള്ളൂ. നിയമം ഉറപ്പു തരുന്നത് എന്താണെന്ന് വെച്ചാൽ അന്തിമമായി ആ തീരുമാനം റദ്ദാക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്യുന്നതിനു മുൻപ് പഞ്ചായത്തിന് അവരുടെ ഭാഗം പറയാൻ, വിശദീകരിക്കാൻ തീർച്ചയായും ഒരു അവസരം കിട്ടും. അതെവിടെയാണ് കിട്ടുക? അത് ഒന്നുകിൽ ഓംബുഡ്സ്മാൻ മുന്നാകെ, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ട്രൈബ്യൂണൽ ഉണ്ടല്ലോ, LSGT, അവിടെ കിട്ടും. ഓക്കെ. അതായത് പെട്ടെന്നൊരു സ്റ്റേ കൊടുത്താലും പിന്നീട് വിശദമായ വാദം കേൾക്കൽ ഉറപ്പാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ താൽക്കാലിക സ്റ്റേ സ്വാഭാവിക നീതിയുടെ ലംഘനമൊന്നുമല്ല. ഈ വകുപ്പ് നിയമപരമായിട്ട് നിലനിൽക്കും എന്ന് കോടതി വിധിച്ചു. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭരണപരമായ മേൽനോട്ടവും പ്രാദേശിക തലത്തിലുള്ള സ്വയംഭരണവും തമ്മിലൊരു ബാലൻസ് കൊണ്ടുവരാനാണ് നിയമം ശ്രമിക്കുന്നത് എന്ന് കോടതി നിരീക്ഷിച്ചു. ശരി. ഇതോടൊപ്പം തന്നെ നാട്ടുകാർ വേറൊരു ടെക്നിക്കൽ വാദം കൂടി ഉന്നയിച്ചു. അതെന്തായിരുന്നു? പഞ്ചായത്ത് രാജ് നിയമത്തിൽ പറയുന്നുണ്ട്, പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഒരു തീരുമാനത്തോട് സെക്രട്ടറിക്ക് യോജിപ്പില്ലെങ്കിൽ അത് രേഖാമൂലം അറിയിക്കണം, പുനഃപരിശോധിക്കാൻ പറയണം. കമ്മിറ്റി വീണ്ടും അതേ തീരുമാനമെടുത്താൽ ആ വിഷയം സർക്കാരിനെ അറിയിക്കണം. ഇവിടെ ഈ പെർമിറ്റ് റദ്ദാക്കിയ തീരുമാനത്തോട് സെക്രട്ടറിക്ക് വിയോജിപ്പുണ്ടായിരുന്നു. പക്ഷെ പുള്ളി അത് ഈ പ്രൊസീജർ അനുസരിച്ച് രേഖപ്പെടുത്തിയില്ല എന്നൊരു വാദം. പക്ഷേ കോടതി പഞ്ചായത്തിന്റെ മിനിറ്റ്സൊക്കെ പരിശോധിച്ചു. അപ്പോൾ സെക്രട്ടറി വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അതിൽ വ്യക്തമായിരുന്നു. അതും തള്ളിപ്പോയി. അപ്പൊ ഈ സർക്കാരിന്റെ ഇടപെടലിനെ ചോദ്യം ചെയ്യുന്നതൊന്നും അതൊന്നും വിജയിച്ചില്ല. അപ്പോ നാട്ടുകാർ വേറൊരു പ്രധാനപ്പെട്ട നിയമപ്രശ്നം കോടതിക്ക് മുന്നിൽ വെച്ചു. അത് പഞ്ചായത്ത് രാജ് നിയമത്തിലെ തന്നെ സെക്ഷൻ 233 അതുമായി ബന്ധപ്പെട്ടായിരുന്നു. അതെ, ഈ ഫാക്ടറികള്, വർക്ക്ഷോപ്പുകള്, അങ്ങനെയുള്ള സ്ഥാപനങ്ങള് തുടങ്ങാനുള്ള അനുമതി കൊടുക്കുന്നതിനെപ്പറ്റിയുള്ള വകുപ്പാണ് സെക്ഷൻ 233. എന്തായിരുന്നു അതിലെ പ്രശ്നം? ഈ വകുപ്പില് കുറച്ചുകാലം മുൻപൊരു ഭേദഗതി വന്നിരുന്നു. ആ ഭേദഗതി വന്നതോടുകൂടി പഞ്ചായത്തുകളുടെ ഒരു പ്രധാനപ്പെട്ട അധികാരം പോയി എന്നായിരുന്നു നാട്ടുകാരുടെ വാദം. എന്തധികാരം? പണ്ട്, അതായത് ഭേദഗതിക്ക് മുൻപ്, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് അനുമതി കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പഞ്ചായത്തിന് കുറച്ചുകൂടി ഒരു വിവേചനാധികാരമുണ്ടായിരുന്നു. ശരി. എന്നാൽ ഭേദഗതി വന്നപ്പോൾ സെക്ഷൻ 233(3) പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു അപേക്ഷ കിട്ടിയാൽ സെക്രട്ടറി സ്ഥലം പരിശോധിച്ച് റിപ്പോർട്ട് കൊടുക്കണം. ഈ ജനസാന്ദ്രത, ശല്യം, മലിനീകരണ സാധ്യത അതൊക്കെ നോക്കിയിട്ട്. അതെ, ഈ റിപ്പോർട്ട് നോക്കിയിട്ട് പഞ്ചായത്ത് ഒന്നുകിൽ പൂർണ്ണമായിട്ട് അനുമതി കൊടുക്കണം, അല്ലെങ്കിൽ ചില വ്യവസ്ഥകളോടെ അനുമതി നൽകണം. ഷാൽ ഗ്രാന്റ് എന്നാണോ? അതെ, ഷാൽ ഗ്രാന്റ് പെർമിഷൻ എന്നാണ് നിയമത്തിൽ പറയുന്നത്. അപ്പോ അതിന്റെ അർത്ഥം ഒരു ഫാക്ടറി പ്രശ്നക്കാരനാണെന്ന് പഞ്ചായത്തിന് തോന്നിയാലും വേണ്ടെന്ന് വെക്കാൻ പറ്റില്ലേ? അതാണ് നാട്ടുകാരി ചോദിച്ചത്. എന്തെങ്കിലും കണ്ടീഷൻസ് വച്ച് ലൈസൻസ് കൊടുത്തേ പറ്റൂ എന്നാണോ? അതെ, അതാണ് അവരുടെ വാദം. ഇത് ശരിക്കും മലിനീകരണം തടയുക എന്നത് പഞ്ചായത്തിന്റെ ഒരു കടമയല്ലേ സെക്ഷൻ 166 അനുസരിച്ച്? അതിന് വിരുദ്ധമല്ലേ ഈ ഭേദഗതി എന്നും അവർ ചോദിച്ചു. ശരിയാണ്. അപ്പൊ കോടതി എന്തു പറഞ്ഞു? കോടതി പറഞ്ഞത്, താങ്കൾ സൂചിപ്പിച്ച പോലെ ആ ഷാൽ ഗ്രാന്റ് എന്ന വാക്കിന് ഒരു നിർബന്ധ സ്വഭാവമുണ്ട്. അതുകൊണ്ട് അനുമതി പൂർണ്ണമായി നിഷേധിക്കാൻ പഞ്ചായത്തിന് അധികാരമില്ല. എന്നാൽ
അനുമതി കൊടുക്കുമ്പോൾ ആ സ്ഥാപനം എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായ വ്യവസ്ഥകൾ വയ്ക്കാൻ പഞ്ചായത്തിന് അധികാരമുണ്ട്. വ്യവസ്ഥകൾ വെക്കാം, പക്ഷേ നിഷേധിക്കാൻ പറ്റില്ല. പറ്റില്ല. എന്തുകൊണ്ടാണ് നിയമം ഇങ്ങനെ മാറ്റിയത് എന്നതിനും കോടതി ഒരു വിശദീകരണം തരുന്നുണ്ട്. എന്താണത്? ഈ ഫാക്ടറികളും വ്യവസായങ്ങളുമൊക്കെ വരുമ്പോൾ, പ്രത്യേകിച്ച് ഈ മലിനീകരണ സാധ്യതയുള്ളവ, അവയുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നോക്കാൻ സംസ്ഥാന തലത്തിൽ തന്നെ സ്പെഷ്യലൈസ്ഡ് ബോഡികളുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് PCB. അതെ. ഈ വായുമലിനീകരണം, ജലമലിനീകരണം, ശബ്ദമലിനീകരണം ഇതിനെക്കുറിച്ചൊക്കെ ശാസ്ത്രീയമായി പഠിച്ച് അനുമതി കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് PCBയാണ്. ശരിയാണ്. അവരുടെ അനുമതിയില്ലാതെ പറ്റില്ലല്ലോ. പറ്റില്ല. അപ്പോ ഒരേ വിഷയം തന്നെ, അതായത് ഈ മലിനീകരണ സാധ്യത പഞ്ചായത്തും PCBയും വേറെ വേറെ നോക്കിയിട്ട് ചിലപ്പോൾ വിരുദ്ധമായ തീരുമാനങ്ങൾ വരാം. അതൊഴിവാക്കാനാണ് നിയമം മാറ്റിയതെന്ന് കോടതി പറഞ്ഞു. ഈ മലിനീകരണം പോലെയുള്ള ടെക്നിക്കൽ കാര്യങ്ങളിൽ വിദഗ്ധ സമിതിയായ PCBയുടെ കണ്ടെത്തലിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇതിനെ നമ്മളൊരു വലിയ പശ്ചാത്തലത്തിൽ നോക്കിയാൽ, വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, അനുമതി കൊടുക്കുന്ന പ്രോസസ്സ് എളുപ്പമാക്കുക, അതോടൊപ്പം പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുക. ഇതിനിടയിൽ ഒരു ബാലൻസ് കണ്ടെത്താനാണ് നിയമം ശ്രമിക്കുന്നത് എന്ന് കോടതി വിലയിരുത്തി. ശരി, മനസ്സിലായി. അതുകൊണ്ട് സെക്ഷൻ 233-നെതിരെയുള്ള ആ വെല്ലുവിളിയും നിലനിൽക്കില്ല എന്ന് കോടതി വിധിച്ചു. ഈ കേസില് വേറൊരു നിയമത്തെക്കുറിച്ചും ഒരു പരാമർശമുണ്ടായിരുന്നല്ലോ, ആ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാനുള്ള നിയമം. കേരള ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ആക്ട് 2018. അതെ, വ്യവസായങ്ങൾക്ക് അനുമതി കിട്ടുന്നത് എളുപ്പമാക്കാനുള്ള നിയമം. ആ നിയമം ഒറ്റയടിക്ക് കുറേ നിയമങ്ങളിൽ മാറ്റം വരുത്തി അത് ശരിയല്ല എന്നും നാട്ടുകാർ വാദിച്ചിരുന്നു. പക്ഷേ ആ വാദത്തിനും കോടതി വലിയ പ്രാധാന്യം കൊടുത്തില്ല. എന്തുകൊണ്ട്? കാരണം ഈ ലൈസൻസും പെർമിറ്റുമൊക്കെ കിട്ടാനുള്ള കാലതാമസം ഒഴിവാക്കുക, നിക്ഷേപം കൊണ്ടുവരിക എന്നതൊരു നല്ല ലക്ഷ്യമാണ്. ആ നിയമത്തിലെ മാറ്റങ്ങൾ ഈ കേസിലെ നാട്ടുകാരെ നേരിട്ടെങ്ങനെ ബാധിക്കുന്നു എന്ന് സ്ഥാപിക്കാൻ അവർക്ക് കഴിഞ്ഞതുമില്ല. അതുകൊണ്ട് ആ വാദവും കോടതി തള്ളി. അപ്പോ ഇത്രയൊക്കെ വാദപ്രതിവാദങ്ങൾ കഴിഞ്ഞു. അവസാനം എന്താണ് കോടതി തീരുമാനിച്ചത്? അന്തിമ വിധി എന്തായിരുന്നു? സർക്കാർ ഇറക്കിയ ആ സ്റ്റേ ഓർഡറുകൾ, പിന്നെ പഞ്ചായത്ത് രാജ് നിയമത്തിലെ സെക്ഷൻ 190(1)(4), സെക്ഷൻ 233 ഇവയുടെയൊക്കെ സാധുതയെ ചോദ്യം ചെയ്ത് നാട്ടുകാർ കൊടുത്ത ഹർജി, അത് ഹൈക്കോടതി മുഴുവനായും തള്ളി. നാട്ടുകാരുടെ കേസ് തള്ളി. അതേസമയം പഞ്ചായത്ത് നേരത്തെ ആ പെർമിറ്റ് റദ്ദാക്കിയിരുന്നല്ലോ. അതെ. ആ നടപടി നിയമപരമായി നിലനിൽക്കില്ലെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായുള്ള ട്രൈബ്യൂണൽ LSGTയെ കണ്ടെത്തിയിരുന്നു. സർക്കാർ വിഷയം ട്രൈബ്യൂണലിന് വിട്ടപ്പോഴാണ് അത് സംഭവിച്ചത്. അതെ. അപ്പോൾ ട്രൈബ്യൂണലിന്റെ ആ കണ്ടെത്തൽ ശരിവെച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ തീരുമാനം സ്റ്റേ ചെയ്ത സർക്കാർ ഉത്തരവുകൾ ഹൈക്കോടതിയും ശരിവെച്ചു. അപ്പോ ചുരുക്കത്തില് പഞ്ചായത്ത് പെർമിറ്റ് റദ്ദാക്കിയത് അത് അസാധുവായി. പിന്നെ ഫാക്ടറി ഉടമയുടെ കാര്യോ? പുള്ളിക്ക് പണി തുടരാൻ അനുമതി കിട്ടിയോ? കിട്ടി. കാരണം നിയമപരമായി സാധുതയുള്ളൊരു പെർമിറ്റ് XP1 പുള്ളിയുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ആ പെർമിറ്റ് വെച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരാൻ അദ്ദേഹത്തിന് അവകാശമുണ്ടെന്ന് കോടതി പറഞ്ഞു. അതിന് നാട്ടുകാരിൽ നിന്നോ മറ്റോ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടായാൽ ആവശ്യമായ പോലീസ് സംരക്ഷണം കൊടുക്കാനും കോടതി ഉത്തരവിട്ടു. അപ്പോൾ ഇതിന്റെ ഒരു സംഗ്രഹം എന്താണ്? വാട്ട്സ് ദ ബോട്ടം ലൈൻ? നമുക്ക് ഈ ചർച്ചയുടെ പ്രധാന പോയിന്റ്സ് ഒന്നുകൂടി പറയാം. ഒന്നാമത്തെ കാര്യം, ഒരു പഞ്ചായത്തിന്റെ തീരുമാനം അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് സർക്കാരിന് പ്രാധാനികമായി തോന്നിയാൽ ആ പഞ്ചായത്തിനെ ഉടൻ കേൾക്കാതെ തന്നെ ആ തീരുമാനം തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്യാൻ സർക്കാരിന് അധികാരമുണ്ട്. സെക്ഷൻ 191(4) പ്രകാരം. അതെ. പക്ഷെ ഒരു ഫൈനൽ തീരുമാനം എടുക്കുന്നതിനു മുൻപ് പഞ്ചായത്തിന് പറയാനുള്ളത് കേൾക്കണം. അത് നിർബന്ധമാണ്. അതൊരു ഭരണപരമായ മേൽനോട്ടത്തിന്റെ ഭാഗമാണ്. ശരി. രണ്ടാമത്തെ പ്രധാന കാര്യം, രണ്ടാമതായി ഇപ്പോഴത്തെ നിയമമനുസരിച്ച് സെക്ഷൻ 233 പ്രകാരം ഒരു ഫാക്ടറിക്കോ അല്ലെങ്കിൽ അതുപോലത്തെ സ്ഥാപനത്തിനോ അനുമതി കൊടുക്കുന്ന കാര്യത്തിൽ അത് പൂർണ്ണമായിട്ട് നിഷേധിക്കാൻ പഞ്ചായത്തിന് പറ്റില്ല. ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പോലെയുള്ള ഏജൻസികൾ അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തിന് ആ സ്ഥാപനം പ്രവർത്തിക്കാൻ ആവശ്യമായ കണ്ടീഷൻസ്, വ്യവസ്ഥകൾ വെക്കാനേ കഴിയൂ. അല്ലാതെ വേണ്ടെന്ന് പറയാൻ പറ്റില്ല.
ഈ മലിനീകരണം പോലെയുള്ള ടെക്നിക്കൽ കാര്യങ്ങളിൽ അവസാന വാക്ക് ആ വിദഗ്ധ സമിതികളുടേതാണ്, പഞ്ചായത്തിൻ്റെതല്ല. ഇത് ശരിക്കും പ്രാദേശിക ഭരണകൂടവും സംസ്ഥാന തലത്തിലുള്ള ഏജൻസികളും തമ്മിലുള്ള ഒരു അധികാര വിഭജനം വ്യക്തമാക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായും. അതെ. ഈ കേസ് വളരെ വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് നാട്ടുകാരുടെ ആശങ്കകൾ, പരിസ്ഥിതി, അവരുടെ അവകാശങ്ങൾ; മറുഭാഗത്ത് സംസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങൾ, നിക്ഷേപം വരണം, നിയമ നടപടികൾ എളുപ്പമാക്കണം. അതെ, സാമ്പത്തിക വികസനം. ഇവ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോ നിലവിലുള്ള നിയമം ആർക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് ഈ വിധി കാണിച്ചു തരുന്നുണ്ട്. ശരിയാണ്. പഞ്ചായത്തുകളുടെ അധികാരം എവിടെ വരെ, സർക്കാരിന്റെ അധികാരം എവിടെ തുടങ്ങുന്നു എന്നതിനൊക്കെ ഒരു വ്യക്തത ഇത് നൽകുന്നുണ്ട്. അപ്പോ കേരളത്തിലെ ഈ പഞ്ചായത്ത് അധികാരങ്ങളെക്കുറിച്ചും നിയമപരമായ ഈ ബാലൻസിങ്ങിനെക്കുറിച്ചുമുള്ള ഈ ഒരു വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഒരു യഥാർത്ഥ കേസ് വെച്ച് നിയമത്തിലെ പ്രധാന വകുപ്പുകൾ എങ്ങനെയാണ് കോടതി നോക്കിക്കാണുന്നത് എന്ന് നമ്മളിന്ന് കണ്ടു. അതെ, ഇത് നമ്മളെ ഒരു പ്രധാനപ്പെട്ട ചിന്തയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളോട്, അതായത് ഇത് കേൾക്കുന്നവരോട് ഒരു ചോദ്യം ചോദിക്കാൻ ഇത് പ്രേരിപ്പിക്കുന്നുണ്ട്. എന്താണത്? ഈ പ്രാദേശികമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം, പരിസ്ഥിതി സംരക്ഷിക്കാനുള്ള കടമ, അതോടൊപ്പം സാമ്പത്തിക വികസനം കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യം, ഇതെല്ലാം കൂടി വരുമ്പോൾ ഈ അന്തിമമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം ശരിക്കും എവിടെയാണ് വേണ്ടത്? നല്ല ചോദ്യമാണ്. പ്രാദേശികമായി നമ്മൾ തിരഞ്ഞെടുക്കുന്ന പഞ്ചായത്തുകൾക്കാണോ, അതോ സംസ്ഥാന തലത്തിലുള്ള സർക്കാർ സംവിധാനങ്ങൾക്കാണോ, അതുമല്ലെങ്കിൽ ഈ മലിനീകരണ നിയന്ത്രണം പോലെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ അറിവുള്ള, ശാസ്ത്രീയ വൈദഗ്ധ്യമുള്ള പ്രത്യേക ഏജൻസികൾക്കാണോ? ആർക്കായിരിക്കണം മുൻഗണന? അതെ, ഈ ഒരു ബാലൻസ് ഇതെങ്ങനെയാണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് കൈവരിക്കാൻ കഴിയുക? ഈ കേസിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. തീർച്ചയായും. ആ ഒരു ചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കാം. അടുത്ത തവണ മറ്റൊരു വിഷയവുമായി കാണാം.